അപ്പോൾ എല്ലാവർക്കും ന്യൂ ഡാസ് കിച്ചൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് റെസിപ്പി ഒന്നുമല്ല, ഞാനൊരു കിച്ചണിൽ ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ഒരു വുഡൻ ബൗളിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വുഡൻ ബൗൾസ് വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. ഈ സെയിം പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. ആമസോണിൽ ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 2299 രൂപയാണ്. പക്ഷേ ഓഫറൊക്കെ കഴിഞ്ഞ് 1299 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 2499 രൂപയും ഓഫറൊക്കെ കഴിഞ്ഞ് 1399 രൂപയ്ക്കുമാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ 100 രൂപ കൂടുതലാണ് ഫ്ലിപ്കാർട്ടിൽ. പിന്നെ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്രൗൺ കളറാണ്. ഇത് അവർ യൂസ് ചെയ്തിരിക്കുന്ന വുഡ് എന്ന് പറയുന്നത് ശീശം വുഡാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് വുഡ് ജോയിൻറ്റ് ചെയ്തിട്ടുള്ള ബൗളല്ല, സിംഗിൾ പീസിലുള്ള വുഡൻ ബൗൾസാണ്. അത് വളരെ ഇതിൻ്റെ ഒരു മെറിറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഈ ബൗളിൻ്റെ സൈസ് എന്ന് പറയുമ്പം ഇതിലെ ഏറ്റവും ചെറിയ ബൗളാണിത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ നെക്സ്റ്റ് സൈസിലുള്ള ബൗളാണിത്. കുറച്ചും കൂടെ വലിയ ബൗളാണ് അടുത്തത്. അത് കയ്യിൽ പിടിച്ചാൽ ഇത്രയും സൈസുണ്ട്. ഇതിനേക്കാളും ഏറ്റവും വലിയ ബൗൾ, അതായത് ലാസ്റ്റ് ബൗൾ ഏറ്റവും വലുതാണ്. ഇത് ഇത്രയും സൈസുണ്ട്. അടുത്തതായിട്ട് ഈ വുഡൻ ബൗൾസ് എങ്ങനെ കെയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് വാഷ് ചെയ്യുമ്പോൾ യാതൊരു കാരണവശാലും ഡിഷ് വാഷറിൽ വാഷ് ചെയ്യാൻ പറ്റില്ല. വളരെ മൈൽഡായിട്ടുള്ള ലിക്വിഡ് സോപ്പോ അതുപോലെ തന്നെ മൈൽഡായിട്ടുള്ള സ്ക്രബ്ബറും വെച്ചിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വുഡൻ ബൗൾസ് യാതൊരു കാരണവശാലും മൈക്രോവേവ് ഓവനിൽ വെക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. മൈക്രോവേവ് ഓവനിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് കൂടുതലാവുമ്പോൾ ആ ചൂട് കൂടുതലുള്ള തട്ടി ഇതിൽ വിള്ളലൊക്കെ വീഴാനും ഈ ബൗൾ നമുക്കൊരു ലോങ് ടൈമിലേക്ക് അങ്ങനെ നാശാകാതെ കേടുകൂടാതെ യൂസ് ചെയ്യാനുള്ള ഇത് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് മൈക്രോവേവ് ഓവനിൽ വെക്കുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ ബൗൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഏകദേശം കുറച്ച് നാളുകളായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ കണ്ടോ ഇങ്ങനെ ഒരു ഡോട്ട് പോലെ കുറച്ചൊരു കളർ ചേഞ്ച് നമ്മൾ കുറച്ച് കാലം യൂസ് ചെയ്ത് കഴിയുമ്പോൾ വരാനുള്ള ചാൻസ് ഉണ്ട്, വാഷ് ചെയ്തൊക്കെ കഴിയുമ്പോൾ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിബിൾ ഓയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് പോളിഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എഡിബിൾ ഓയിൽ വെച്ച് പോളിഷ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കളറിന് ഒരു മാറ്റം വരാൻ വേണ്ടി മാത്രമല്ല, ഈ വുഡിനൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റും കൂടെ കൊടുക്കും. പിന്നെ കുറേ നാൾ ഇങ്ങനെ നമ്മൾ വാഷ് ചെയ്ത് ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുമ്പം ഇത് ഇങ്ങനെ വിള്ളലൊക്കെ വന്നിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ഓയിലൊക്കെ ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയത്. എഡിബിൾ ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ പോളിഷ് ചെയ്ത് കൊടുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓയിൽ എന്ന് പറയുന്നത് വാൾനട്ട് ഓയിലും അതുപോലെ തന്നെ ഫ്ലാക്സീഡ് ഓയിലും ആണ്. അല്ലെങ്കിൽ പിന്നെ ബീവാക്സ് വെച്ചിട്ട് നമുക്ക് പോളിഷ് ചെയ്തെടുക്കാം. ബീവാക്സ് വെച്ചിട്ട് അതിൻ്റെ കൂടെ ഈ വാൾനട്ട് ഓയിലോ അല്ലെങ്കിൽ ഫ്ലാക്സിലും ഇത് മിക്സ് ചെയ്തിട്ടും നമുക്ക് പോളിഷ് ചെയ്തെടുക്കാം. പോളിഷ് ചെയ്യാന്ന് പറയുന്നത് ഈ ഓയിൽ കുറച്ച് എടുത്തിട്ട് അതിലൊരു കിച്ചൺ ടിഷ്യൂവോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടവലോ മുക്കി തുടച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ എല്ലാ ബൗളും ഫ്ലാക്സീഡ് ഓയിൽ വെച്ചിട്ട് തുടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ അറിയാം, നേരത്തെ കണ്ട പോലെയുള്ള ഒരു കളർ ചേഞ്ചോ ആ കളർ ചേഞ്ചിലുള്ള ഡോട്ട്സോ ഒന്നുമില്ല. നല്ല പുതിയൊരു ബൗൾ സെറ്റ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കിച്ചണിലുള്ള ബാക്കി വുഡൻ യൂട്ടൻസിൽസിന് യൂസ് ചെയ്യാം. വുഡൻ സ്പൂൺസ്, വുഡൻ ചോപ്പിംഗ് ബോർഡ്, വുഡൻ പ്ലേറ്റ്സ് എല്ലാത്തിനും ഇങ്ങനെ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോങ് ടൈം അത് കേടുകൂടാതെ വിള്ളലൊന്നും വീഴാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് പോളിഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നന്നായി കഴുകിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വുഡൻ ബൗൾസ് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം കബോർഡിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഈ ബൗൾസ് ഞാൻ വാങ്ങിയതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നവരെ വീണ്ടും കാണാം. ബൈ.